തമിഴ്നാട്ടിൽ വിജയതരംഗം. യഥാർത്ഥത്തിൽ രണ്ടാം MGR ആയി മാറി ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ശ്രീ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക്. ഇന്നേക്ക് ഏകദേശം 50 വർഷം മുമ്പാണ് 1977 ശ്രീ MGR തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന്റെ ഫാൻ ക്ലബിനെ ഒരു പൊളിറ്റിക്കൽ ബേസ് ആക്കി മാറ്റുന്ന മാജിക് ആണ് തമിഴ്നാട്ടിൽ MGR കാണിച്ചത്. അതേ മാജിക് ആണ് വിജയ് കാണിക്കുന്നത്. വിജയ്ക്ക് 10 മുതൽ 15 സീറ്റ് വരെയൊക്കെ ആയിരുന്നു പല അനലിസ്റ്റുകളും കൊടുത്തത്. ഒരു ഇലക്ഷൻ സർവേ ഒഴിച്ച് ബാക്കി എല്ലാവരും വിജയ് 15 സീറ്റിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതകരമായി ഇപ്പോഴത്തെ അവൈലബിൾ ഡേറ്റ പ്രകാരം 110ഓളം സീറ്റുകളിൽ ലീഡ് ചെയ്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് വിജയ് കാണിക്കുന്നത്. ഫൈനൽ റിസൾട്ട്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 50 വർഷത്തോളമായി, അല്ലെങ്കിൽ കഴിഞ്ഞ ഏകദേശം ഒരു നൂറ്റാണ്ടിൽ തന്നെ ദ്രവീഡിയൻ ഐഡിയോളജി, അത് DMK ആകട്ടെ ADMK ആകട്ടെ, അവരിലൂടെ ശക്തമായി നിന്ന ദ്രവീഡിയൻ ഐഡിയോളജിയുടെ മതിലുകൾ ഭേദിച്ചുകൊണ്ടാണ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. ADMK DMK അടക്കമുള്ളവരുടെ നിന്ന് വോട്ടുമാകുകയും തമിഴ്നാടിന്റെ ആദ്യ ക്രിസ്ത്യൻ മുഖ്യമന്ത്രി കൂടിയാണ് വിജയ്. തമിഴ്നാട്ടിൽ ഇതേവരെ വളരെ കൗതുകമുള്ളതാണ് തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ്. ഒരു ആന്റി ബ്രാഹ്മൺ പൊളിറ്റിക്സ് പലപ്പോഴും ദ്രവീഡിയൻ പാർട്ടികൾക്കുണ്ട്. എന്നാൽ ADMK ജയലളിത എന്ന ബ്രാഹ്മൺ സ്ത്രീയെയാണ് അവരുടെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നത്. തമിഴ്നാടിന്റെ വളരെ ലെയേർഡായ പൊളിറ്റിക്സ് ആണ്. അതായത് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക്, കോൺഗ്രസിനൊക്കെ ഒരു കാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഏറ്റവും സ്ട്രോങ് ആയി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. പിന്നീട് ആന്റി ഹിന്ദി അജിറ്റേഷൻ, ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ തമിഴ് വികാരം ഉണ്ടാകുകയും തമിഴ് എന്ന് പറയുന്ന ഭാഷയെ അധീശത്വം നേടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. തമിഴും സംസ്കൃതവും കൂടെ പണ്ടേ ഒരു ഡിബേറ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ തമിഴാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഭാഷകളിലൊന്ന്. സംസ്കൃതത്തെക്കാൾ പ്രാചീനമാണ് തമിഴ്. ഇത് ശ്രീ നരേന്ദ്രമോദിജി അടക്കം അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ തീവ്ര വലതുപക്ഷത്തിന് പലപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. സ്വാമി വിവേകാനന്ദനടക്കം തമിഴാണ് സംസ്കൃതത്തെക്കാൾ പഴയതെന്ന് എക്സ്പ്ലിസിറ്റ്ലി തന്നെ പറയുന്നുണ്ട്. അത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജിയും പറയുന്നുണ്ട്. അദ്ദേഹം എക്സാം വാരിയേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ സംസ്കൃതത്തെക്കാൾ പ്രാചീനമാണ് തമിഴെന്ന് പറയുന്നുണ്ട്. അത് സത്യവുമാണ്. അതിലൊരു ജാതീയപരമായ ഫൈറ്റും കൂടിയുണ്ട്. അതായത് മുന്നോക്ക സമുദായങ്ങളുടെ ലെഗസി എടുത്തു നോക്കുമ്പോൾ ബ്രാഹ്മണാദി മുന്നോക്ക സമുദായങ്ങളാണ് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയുടെ ആദിമ ഉപയോക്താക്കൾ. എന്നാൽ ദ്രാവിഡ ഭാഷ, തമിഴ് ഭാഷ അതിലും പ്രാചീനമാണ് എന്ന് നമുക്കറിയാം. ഇന്നതൊരു വെൽ സെറ്റിൽഡ് ഫാക്റ്റ് ആണ് എന്നും ഭേദമന്യേ നമുക്കറിയാം. അതായത് പ്രാചീന ഇൻഡസ് വാലി സിവിലൈസേഷൻ അടക്കം ഈ ഒരു അതിപ്രാചീനമായ ദ്രാവിഡ ഭാഷ എന്നോ തമിഴ് ഭാഷയെന്നോ എന്ന് നമ്മൾ ഇന്ന് പറയുന്നതിനോട് ബന്ധപ്പെടുന്ന ഭാഷയാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ഒരുപാട് കാലമായി പല നൂറ്റാണ്ടുകളുടെ ഡിബേറ്റാണ് ആ ഭാഷ. അപ്പോൾ ആ തമിഴ് ഭാഷയിൽ ജാതീയപരമായ മതപരമായ ഒരുപാട് സ്പ്ലിറ്റുകളും തർക്കങ്ങളും രാഷ്ട്രീയ ലെയേഴ്സും ഉണ്ട്. അതിനെല്ലാം മറികടന്ന് അർബൻ വോട്ടുകൾ, നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ, വിജയുടെ ഫാൻ ബേസ്, അതോടൊപ്പം വിജയ്ക്ക് ആർജിക്കാൻ കഴിയുന്ന ഈ ബേസ് കൊണ്ട് രണ്ടാം MGR ആയി വിജയ് മാറിയിരിക്കുന്നത് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ, പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു 1 man ആർമി ഒരു ഭരണം പിടിച്ചിട്ടുണ്ടാകില്ല. മുമ്പ് ശ്രീ രജനീകാന്ത് തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് വരികയും രജനീകാന്ത് ഒരു സെന്റർ റൈറ്റും കമലഹാസൻ ഒരു സെന്റർ ലെഫ്റ്റും നിന്ന് പോരാടി തമിഴ്നാടിന്റെ രാഷ്ട്രീയം മാറും എന്നൊരു ധാരണയായിരുന്നു. അതായത് കോൺഗ്രസിനോട് കൂടുതൽ അലൈൻ ചെയ്ത് സെന്റർ ലെഫ്റ്റ് നിന്ന് ശ്രീ കമലഹാസനും DMK കോൺഗ്രസ് കമലഹാസനൊക്കെ ഒരു സെന്റർ ലെഫ്റ്റ് ആയിട്ടും BJPയോടും ADMKയോടും അലൈൻ ചെയ്ത് രജനീകാന്ത് സെന്റർ റൈറ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് കരുതിയത്. എന്നാൽ രജനീകാന്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന് കൊറോണ അടക്കമുള്ള കാര്യങ്ങളുടെ സമയത്ത് തന്റെ ആരോഗ്യം ഇതിന് അനുവദിക്കുന്നില്ല തുടങ്ങിയ തോന്നലുകൾ വരികയും അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ പൊളിറ്റിക്സ്, റൈറ്റ് ലീനിങ് ആയ പൊളിറ്റിക്സ് അദ്ദേഹം വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. ആ സ്പേസിലടക്കം വിജയ് അതിശക്തമായി ഉയർന്നു വരികയും തമിഴ്നാടിന്റെ രണ്ടാം MGR ആയി മാറിയത് അത്ഭുതത്തോടെയാണ് ജനങ്ങൾ കാണുന്നത്. ആ അത്ഭുതകരമായ മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ഫൈനൽ റിസൾട്ട്സ് എന്താണെന്ന് അറിയില്ല. പക്ഷേ രണ്ടാം MGR ആയി വിജയം മാറിയിരിക്കുന്നത് തമിഴ്നാട് പൊളിറ്റിക്സിനെ വ്യക്തിപരമായി സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. വിജയെ പോലെ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിന്റെ ടോപ്പ് നിൽക്കുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് വരാൻ അദ്ദേഹത്തിന് കഴിയുന്നത് നാടിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഇദ്ദേഹം ദേശീയ തലത്തിലും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരോട് അടുപ്പമുള്ള ബന്ധം സൂക്ഷിക്കുകയും മറ്റും ചെയ്യുന്നു. എല്ലാവരുമായി ഒത്തുചേർന്നു പോകും. കോൺഗ്രസും BJPയുമായിട്ടും ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണ് വിജയ് എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പം വിജയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. ഇളയ ദളപതി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വരികയാണ്. തമിഴ്നാടിന്റെ മേൽക്കുമേൽ പുരോഗതി ഉണ്ടാകട്ടെ. നമ്മുടെ സഹോദര സംസ്ഥാനമാണ്. വിജയ്ക്കും തമിഴ്നാടിനും എല്ലാ പ്രാർത്ഥനകളും.